മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുസ്ലിങ്ങളുടെ എണ്ണം തപ്പി നടക്കുന്ന നരഭോജി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിലെ വർഗീയവാദികൾക്ക് കൃത്യമായ അനുപാതത്തിലുള്ള ഒരു വർഗീയവാദി കേരളത്തിലുണ്ട്. അത് പ്രതീഷ് വിശ്വനാഥാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് മീർ മുഹമ്മദ് വന്നു. IT സെക്രട്ടറി ആയിട്ട് മുഹമ്മദ് സഫറുള്ള വന്നു. ഈ രണ്ട് പേര് കേട്ടപ്പോൾ കലിതുള്ളി പ്രതീഷ് വിശ്വനാഥ് എന്ന നരഭോജി അയാളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. മുഹമ്മദ്മാരുടെ എണ്ണം കൂടുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ അയാൾ നവമാധ്യമങ്ങളിൽ ശ്രമിക്കുന്നു എന്നർത്ഥം. മുഹമ്മദ്മാരെ കണ്ടു കഴിഞ്ഞാൽ, ആ പേര് കേട്ട് കഴിഞ്ഞാൽ വിറളി പൂണ്ട് വർഗീയ മനസ്സിനകത്ത് നിറഞ്ഞ് കപട ഹിന്ദു സ്നേഹം കാണിക്കുന്ന ഈ വിവരദോഷികളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കുന്നില്ലേ? നിലവിൽ നമ്മുടെ നാടിന് തന്നെ അപമാനമായി തീർന്ന സ്വപ്ന സുരേഷ് ഒരു മുസ്ലിമാണെന്നാണ് ഇയാൾ പ്രചരിപ്പിക്കുന്നുള്ളത്. സ്വപ്ന സുരേഷിന്റെ യഥാർത്ഥ പേര് മുംതാസ് ആണ് പോലും. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പറയുന്നത് മുംതാസ് ആണ് പോലും. ഈ സ്വപ്ന സുരേഷിന് പിന്നിലുള്ളത് മുസ്ലിം വർഗീയവാദികളാണ് പോലും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഏതൊക്കെ രീതിയിൽ മോശപ്പെടുത്താൻ സാധിക്കുമോ ആ വഴിയിലൊക്കെ പോയി മുസ്ലിം സമുദായത്തെ ഇത്രത്തോളം മോശമാക്കിയ മറ്റൊരാളില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രതീഷ് വിശ്വനാഥ് 100% വർഗീയവാദിയാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയാൽ എനിക്കിതാ എന്റെ രോമം പോയി. അതിനപ്പുറം എനിക്കൊന്നുമില്ല. നിന്നെ പോലെയുള്ള വർഗീയവാദികൾക്കെതിരെ ഇതുപോലെ തുറന്നടിച്ച് സംസാരിച്ചില്ല എങ്കിൽ നമ്മുടെ സമൂഹം ഒന്നുമല്ലാതായി പോകും. പ്രിയപ്പെട്ട പോലീസുകാരെ, ഭരണാധികാരികളെ, ഈ വർഗീയവാദിക്കെതിരെ എത്ര കേസുകൾ കേരളത്തിലുണ്ട്, എത്ര പരാതികളുണ്ട്, എത്ര FIR-കൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ FIR-കളിൽ ഇയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് സാധിച്ചിട്ടുണ്ടോ? എന്തേ ഈ വർഗീയവാദിയെ നിങ്ങൾക്ക് പേടിയാണ്? ഈ വർഗീയവാദിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ എന്തോ ഹിന്ദു സ്നേഹി എന്നാണ് പറഞ്ഞു നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികൾക്ക് ഇവൻ എന്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഏത് രീതിയിൽ അവരെ സേവിച്ചിട്ടുണ്ട്? അതിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലേക്ക് അരിച്ചാക്കും, ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു പണം നൽകിയ കഥയല്ലാതെ ഇവനൊന്നും ഹിന്ദുവിന്, ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് ഒരു ചുക്കും ചെയ്തിട്ടില്ല. മറിച്ച് താൻ വലിയൊരു മുസ്ലിം വിരോധിയാണ്, ഹിന്ദു സ്നേഹിയാണ് എന്ന് വരുത്തി തീർക്കാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ശ്രമിച്ച് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി നിന്ന് 4-5 വോട്ട് പിടിച്ച് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാനാണ് ഈ വർഗീയവാദി ശ്രമിക്കുന്നത്. കേരള പോലീസിൽ നട്ടലുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പോഴും ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ട്. പിണറായി വിജയൻ, താങ്കളിൽ പ്രതീക്ഷയുണ്ട്. താങ്കൾക്ക് പറ്റുമെങ്കിൽ ഈ നരഭോജികളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം അകത്തിടാൻ സാധിച്ചെങ്കിൽ ഈ നാട്ടിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും IT സെക്രട്ടറിയുടെയും പേര് മുഹമ്മദ് ആണ് എന്ന് അയാൾ എടുത്തു പറഞ്ഞത്. പിണറായി വിജയൻ വലിയ മുസ്ലിം സ്നേഹമുള്ള ഒരാളാണ്, നമുക്കൊരു സഹായവും ലഭിക്കില്ല എന്ന് ഹിന്ദു സമുദായത്തിനിടയിൽ വരുത്തി തീർക്കാനുള്ള ഇയാളുടെ സൈക്കോളജിക്കൽ മൂവ്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്തിനാണ്? ഇയാളെയൊക്കെ പിടിച്ച് അഴിയണിക്കാൻ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരില്ലേ? നിങ്ങൾക്കൊരു ഓർഡർ നടത്തിയാൽ മാത്രം തീരാവുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും പ്രതീഷ് വിശ്വനാഥിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചപ്പോൾ അയാളെ കാണാനില്ല എന്നാണ് പല പോലീസ് വൃത്തങ്ങളുടെയും വിശദീകരണം. അയാളെ കാണാനില്ല പോലും. ഒന്ന് മനസ്സറിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതീഷ് വിശ്വനാഥിനെ കിട്ടും. നല്ല കിട്ടേണ്ടതുപോലെ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കിടക്കേണ്ടതുപോലെ ജയിലിനകത്ത് കിടന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ ഇത്തിരിക്കണ്ടന്മാർക്ക്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവനെ പോലെയുള്ള ഞാനൂലുകള് പൊന്തി വന്നു കഴിഞ്ഞാൽ ഈ നാടിന് തന്നെ ആപത്താണ്. അത് തിരിച്ചറിയാൻ കേരള പോലീസ് തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.